ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇവിടെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള മാഗിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് അത്യാവശ്യം വലിയൊരു പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മാഗി വെന്ത് വരുന്ന സമയം കൂടി നമുക്ക് കുറച്ച് സോയ ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി കഴുകി വാരിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് സോയ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇതൊന്ന് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇതിൽ മസാലയൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് പരട്ടി വെക്കാം. അപ്പോൾ സോയിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇനി ഇത് കൈ കൊണ്ടൊന്ന് നന്നായി തിരുമ്പി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു ചട്ടി വെച്ച് എണ്ണ നന്നായി കാഞ്ഞ ശേഷം നമുക്ക് സോയ ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ സോയ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ മാഗി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വേകാൻ പാടില്ല. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റി ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി മാഗി റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സവാളയും 2 പച്ചമുളകുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാളയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ആഡ് ചെയ്യും. എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തക്കാളി എടുത്തിട്ടില്ല. ഇനി ഒരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി കാഞ്ഞ ശേഷം നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി കുറച്ചായി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ഇനി ഉള്ളിയിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായി ചിക്കി പൊടി പോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ നമ്മൾ പൊടിയാക്കി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള മാഗി ഇതിലേക്ക് എടുത്തിടാം. ഇനി നമുക്ക് നമ്മുടെ മാഗിയുടെ കൂടെ കിട്ടിയിട്ടുള്ള മസാല ഒന്ന് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സോയയും മാഗിയുടെ മേലെ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മാഗിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.